ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇസ്രായേലും യു എസും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ച് പ്രതിരോധിക്കുന്നു. ആക്ച്വലി എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം? എന്തുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നു? രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും യു എസ് മുന്നോട്ട് വെക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇറാനിലെ ഭരണമാറ്റത്തിന് വേണ്ടി. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിലെ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള ഖമേനിയെ യു എസ് വധിച്ചു. രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം. സാധാരണയായിട്ട് ന്യൂക്ലിയർ എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫ്യൂവലാണ് എൻറിച്ച്ഡ് യുറേനിയം അഥവാ സമ്പുഷ്ടീകരണ യുറേനിയം എന്ന് പറയുന്നത്. അപ്പോൾ 2006 തന്നെ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഈ ഒരു യുറേനിയം എൻറിച്ച്മെന്റ് ലെവൽ 3.5% എത്തിക്കാനായിട്ട് ഇറാന് സാധിച്ചിട്ടുണ്ട്. അതൊരു സേഫ് ലെവലാണ്. കൊമേഴ്സ്യൽ പർപ്പസിന്, പ്രത്യേകിച്ച് വൈദ്യുത നിർമ്മാണത്തിനൊക്കെ ഈ 3 to 5% എൻറിച്ച്ഡ് യുറേനിയം യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ 2024 പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഇറാന് യുറേനിയം എൻറിച്ച്മെന്റ് 60% എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 90% എൻറിച്ച്ഡ് യുറേനിയം എന്ന് പറയുന്നത് വെപ്പൺ ഗ്രേഡ് യുറേനിയമാണ്. ആ യുറേനിയം യൂസ് ചെയ്തിട്ട് ആണവായുധങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 60% യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന നാഴികക്കല്ല് താണ്ടിയ ഇറാന് 90-ലേക്ക് എത്താനായിട്ട് അധികം കാലതാമസം ഉണ്ടാകില്ല. ആണവായുധങ്ങൾ നിർമ്മിക്കാനായിട്ടും അവർക്ക് സാധിക്കും. ഇത് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് യു എസിനും അതുപോലെ തന്നെ ഇസ്രായേലിനുമാണ്. 2025 തന്നെ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന പേരിൽ ഇറാന്റെ ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടറുകൾക്ക് നേരെ അമേരിക്ക വലിയ രീതിയിലുള്ള അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നാളുകൾക്ക് ശേഷം ശാന്തമായെങ്കിലും ഇപ്പോഴത്തെ വീണ്ടും ഗൾഫ് റീജിയനെ മൊത്തത്തിൽ യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ. യുദ്ധം ഒരിക്കലും ഒരിടത്തും സമാധാനം കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒന്നും അറിയാത്ത ഒരു കൂട്ടം ജനങ്ങളെയാണ്. എത്രയും വേഗത്തിൽ തന്നെ മറ്റു രാജ്യങ്ങളും യു എന്നും ഈ ഒരു സംഭവത്തിൽ ഇടപെട്ട് സമാധാനം വീണ്ടും പുലരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.